Hi all, welcome to Study with PUC. LGS തേർഡ് സ്റ്റേജ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1-8-27-64-125 സൊല്യൂഷൻ. ഈ സീരീസിൽ ഇനി അടുത്തതായി വരുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ പഠിച്ചിരിക്കണം. അത് അറിയാവുന്നവർക്ക് ഈ സീരീസ് കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഈ സീരീസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് 5 ക്യൂബ്. അതായത് ഇത് വന്നിരിക്കുന്നത് 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ക്യൂബാണ് ഈ സീരീസ്. അപ്പൊ ഇനി 5 ക്യൂബ് കഴിഞ്ഞാൽ അടുത്തത് 6 ക്യൂബ്, 6ന്റെ ക്യൂബാണ് ഇനി വരേണ്ടത്. 6 ക്യൂബ് 216, 216 ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15 -29, 39 സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ 9, 2, 11, 11, 4, 15, 29, 10, 39. അപ്പൊ ഇവിടെ 2 കൂട്ടി 4 കൂട്ടി, ഇവിടെ 10 കൂട്ടി. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 2 കൂട്ടി 4 കൂട്ടി. അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കും? 6 കൂട്ടണം. പിന്നെ അടുത്ത് ഇവിടെ വരുന്ന എന്താ? 8 കൂട്ടണം. 2 മുതലുള്ള തുടർച്ചയായ ഇരട്ടസംഖ്യകൾ കൂട്ടിക്കൂട്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 15ഉം 6ഉം 21 വരും. 21ഉം 8ഉം 29, 29ഉം 10ഉം 39. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 21 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ EYE I is equal to 828, ARM is equal to 639 എങ്കിൽ EAR ഇയർ is equal to എന്ത് വരും? സൊല്യൂഷൻ. ഇവിടെ EY is equal to I is equal to 828. അപ്പൊ ഇയുടെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 8 ആണ്. ഇയുടെ പൊസിഷനിൽ 8 ആണ്. വൈയുടെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 2 ആണ്. അതുപോലെ ഇവിടെ ARM 639, എയുടെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 6 ആണ്. 6ന്റെ പൊസിഷനിൽ 3 ആണ്. എമ്മിന്റെ പൊസിഷനിൽ 9 ആണ്. അപ്പൊ ഇയർ വരുന്നത്, ഇയുടെ പൊസിഷനിൽ വരുന്നത് ഇ എന്ന് പറയുന്നത് 8 ആണ്, എ എന്ന് പറയുന്നത് 6 ആണ്, ആർ എന്ന് പറയുന്നത് 3 ആണ്. 863 ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിൽ എത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അതിനായിട്ട് ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്. വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. വെസ്റ്റും ഈസ്റ്റും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലേ? നോക്കാം. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കുക. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ വെസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈസ്റ്റ് വരുന്നത്. അപ്പൊ ഈസ്റ്റ് വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പൊ അതങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ്.
പിന്നെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, അതായത് വലതുവശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുക. ഇടതുവശത്തേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. അതും കൂടെ ഓർത്ത് വെക്കുക. റൈറ്റ് സൈഡിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇനി ഫിഗർ വരയ്ക്കാം. ഇവിടെ ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. അപ്പൊ ബാബു ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇത് എ ആണ്. എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ഇവിടെയാണ് കിഴക്ക്. അപ്പൊ ഇങ്ങോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം പോകാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. അപ്പൊ ഇവിടുന്ന് ഇടത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. സിയിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ ടു ബി ആണെങ്കിൽ 6 ആണ്, ഡി ടു സി ആണെങ്കിലും 6 ആണ്. അപ്പം എ തൊട്ട് ഡി വരെ, എ തൊട്ട് ഡി വരെ എന്ന് പറയുമ്പോൾ ഈ ബി തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസിന് തുല്യമാണ്. അപ്പൊ ഇത് ബി തൊട്ട് സി വരെ 3 കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എ തൊട്ട് ഡി വരെ, ഡി തൊട്ട് എ വരെ 3 കിലോമീറ്റർ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 3. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ അമ്മുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? സൊല്യൂഷൻ, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് അവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുല ആയിട്ട് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1 ആയിരിക്കും. ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് മുൻപില്, പുറകില്, മുകളില്, താഴെ, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇവിടെ ഇപ്പം മുൻപിൽ നിന്നും പുറകിൽ നിന്നുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപിൽ നിന്ന് 11ാമത്തെ ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 11 പ്ലസ് 7 മൈനസ് 1 ആയിരിക്കും ടോട്ടൽ. 11 7 18, 18 മൈനസ് 1 17. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 2.02/202 എത്രയാണ്? സൊല്യൂഷൻ, ഇവിടെ ഡെസിമൽ പോയിന്റ് മാറ്റി പൂർണ്ണസംഖ്യയാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 2.02 പൂർണ്ണസംഖ്യയാക്കാം. പോയിന്റിന് ശേഷം ഇവിടെ 2 അക്കങ്ങളാണ് ഉള്ളത്. 2 അക്കങ്ങൾ വന്നാൽ 100 കൊണ്ടാണ് പൂർണ്ണസംഖ്യയാക്കാനായിട്ട് ഗുണിക്കേണ്ടത്. അപ്പൊ ഇത് 2.02 ഇൻറ്റു 100. ന്യൂമറേറ്ററിൽ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ ആ സംഖ്യ കൊണ്ട് ഡിനോമിനേറ്ററിലും ഗുണിക്കണം, അല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരുവേ. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 202 ഇൻറ്റു 100 എന്ന് വരും. അപ്പൊ ഇത് 2.02 ഇൻറ്റു 100 202 ഡിവൈഡഡ് ബൈ 202 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 202 കൂടെ വെട്ടിപ്പോയി. ഇവിടെ 1 വരും. 1/100 ഈസ് ഈക്വൽ ടു 0.01. 0.01 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി വരുവേ. 0.010. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഈ പോയിന്റിന് ശേഷം ലാസ്റ്റ് വരുന്ന സീറോയ്ക്ക് വിലയില്ല. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. 0.01 എന്ന് പറഞ്ഞാലും 0.010 എന്ന് പറഞ്ഞാലും സെയിം ആണ്.
ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാൻ പറ്റുമേ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ 2.02 ഡിവൈഡ് ബൈ 202 എന്ന ആദ്യം ഈ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യകളെ മാത്രം അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും ഇത്? ന്യൂമറേറ്ററിലാണെങ്കിൽ 202 വരും, ഡിനോമിനേറ്ററിൽ 202. 202 ബൈ 202 1. എന്നിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ന്യൂമറേറ്ററിലാണെങ്കിൽ 2 അക്കങ്ങളുണ്ട്, ഡിനോമിനേറ്ററിലാണെങ്കിൽ 0 അക്കങ്ങളുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. എന്നുവെച്ചാൽ ഇതിന് കുറയ്ക്കുക. ഡിഫറൻസ് എടുക്കുക വെച്ചാൽ ഇതിന് ഇത് കുറയ്ക്കുക. അപ്പൊ 2 മൈനസ് 0 2 ഈ ഡിഫറൻസ് 2 വന്നു കഴിഞ്ഞാൽ 100 കൊണ്ട് ഗുണിക്കണം, 1 വന്നാൽ 10 കൊണ്ട് ഗുണിക്കണം, 3 വന്നാൽ 1000 കൊണ്ട് ഗുണിക്കണം, 4 വന്നാൽ 10,000 കൊണ്ട് ഗുണിക്കണം, 5 വന്നാൽ 1,00,000 കൊണ്ട് ഗുണിക്കണം. ഈ ഗുണിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണോ ഈ കുറവ് വരുന്നത്, ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം എവിടെയാണോ കുറവ് വരുന്നത് അവിടെ വേണം ഗുണിക്കാനായിട്ട്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 2. കുറവ് വന്നിരിക്കുന്നത് എവിടെയാ? ഈ ഡിനോമിനേറ്ററിലാണ് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിന്റെ കുറവ് വന്നിരിക്കുന്നത്. എത്രയാ കുറവ് വന്നിരിക്കുന്നത്? 2ന്റെ കുറവല്ലേ. ന്യൂമറേറ്ററിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 അക്കമുണ്ട്, ഡിനോമിനേറ്ററിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം അക്കങ്ങളൊന്നുമില്ല, 0 ആണ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് കുറവ് വന്നിരിക്കുന്നത്, 2 വന്നിരിക്കുന്നത്. 2 ആണെങ്കിൽ 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇത് 1/100 എന്ന് വരും. 1/100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.010. ആൻസർ ഓപ്ഷൻ സി വരും. അടുത്ത ക്വസ്റ്റ്യൻ, x/y is equal to 4:3, y/z is equal to 6:5 ആയാൽ x/z എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ റേഷ്യോ എഴുതുക 4:3, എന്നിട്ട് അതിന് കുറച്ച് താഴെയായിട്ട് ഈ രണ്ടാമത്തെ റേഷ്യോ എഴുതുക 6:5 ഇവിടെ. എന്നിട്ട് ഇതില് ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കുക. ഇങ്ങനെ. ഇതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ N ഇതാണല്ലോ. ഇതിനെ ഒന്ന് തിരിച്ചെഴുതാം. അപ്പൊ ഇതാ ഇങ്ങനെ വരികയല്ലേ. അപ്പൊ ഈ സിമ്പിൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈ ക്യാപിറ്റൽ N ഒന്ന് തിരിച്ചെഴുതുന്നതാണ് ഈ സിമ്പിൾ എന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എക്സ്. അതിവിടെ ഫസ്റ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ് 6ഉം 4ഉം ആണ്. അപ്പൊ എക്സ് എന്ന് വെച്ചാൽ 6 × 4 ഈസ് വൈ. വൈ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ലൈൻ ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് ലൈൻ ഇതാണ്. ഇത് ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ് 6ഉം 3ഉം ആണ്. അപ്പൊ ഇത് 6 × 3 ഈസ് ഇസഡ് എന്ന് പറയുന്നത് ഈ തേർഡ് ലൈൻ ഇത് ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇസഡ്. അപ്പൊ അതിവിടെ 5 × 3. അപ്പൊ അതിങ്ങനെ വരും 6 4 24 ഈസ് 6 3 18 ഈസ് 5 3 15 ആയിരിക്കും എക്സ് ഈസ് വൈ ഈസ് ഇസഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ് ഈസ് ഇസഡ് ആണ്. അപ്പൊ അത് 24 ഈസ് 15. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാധാരണ ഇത് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാറുണ്ട്, അതായത് വെട്ടി ചെറുതാക്കാറുണ്ട്. അപ്പൊ ഇതിനെ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പൊ ഇതിങ്ങനെ വരും. ഈ റേഷ്യോ 3 കൊണ്ട് വെട്ടുമ്പം 3 8 24, 3 6 18, 3 5 15. അപ്പൊ എക്സ് ഈസ് വൈ ഈസ് ഇസഡ് എന്നുള്ളത് 8 6 5 എന്നായിരിക്കും വരുന്നത്. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 24 15 വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? സൊല്യൂഷൻ. ഇപ്പൊ സമയം 12 മണി, ക്ലോക്കിൽ സമയം 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? അപ്പൊ ഈ 12 മണി
12, 15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണമെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 12 മണിയും 12, 15 തമ്മിലുള്ള വ്യത്യാസം 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് ആണ് ഇവിടുത്തെ വ്യത്യാസം. സെക്കൻഡിലാണ് ആൻസർ പറയേണ്ടത്. അപ്പം 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 15 മിനിറ്റ് ആവുമ്പോൾ 15 × 60 900 സെക്കൻഡ് ആണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y1 × t1 - 1 ഡിവൈഡഡ് ബൈ t1 - t2. y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിലെ വർഷമാണ്. t1 ഉം t2 ഉം തന്നിരിക്കുന്ന ചോദ്യത്തിലെ ടൈംസ് ആണ്, അതായത് മടങ്ങുകളാണ്. അപ്പൊ ഇവിടെ y1 ഈസ് ഈക്വൽ ടു 4, 4 വർഷം. t1 എന്ന് പറയുന്നത് 7, t2 4. അപ്പൊ ഇവിടെ ഈ ഫോർമുല ഉപയോഗിച്ച് ഈ ചോദ്യത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാം. അതായത് പ്രായം കുറഞ്ഞ ആൾ ഇവിടെ അബുവിന്റെ മകനാണ്. അബുവിന്റെ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ഈ ഫോർമുലയിലൂടെ കണ്ടുപിടിക്കാം. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 × 7 - 1 ബൈ 7 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 6 ബൈ 7 - 4 3. 3 2 6. 4 × 2 8. അബുവിന്റെ മകന്റെ ഇപ്പോഴത്തെ പ്രായമാണ് 8. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ അബൂസ് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് പ്രസന്റ് ഏജ് ഈസ് ഈക്വൽ ടു 8 × 4 32. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ 3 ത്രികോണങ്ങളുണ്ട്. ഓരോ ത്രികോണത്തിന്റെയും ഉള്ളിലായിട്ട് ഓരോ നമ്പേഴ്സ് ഉണ്ട്. ത്രികോണത്തിന്റെ കോർണേഴ്സിലും നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ 3ാമത്തെ ത്രികോണത്തിന്റെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ഏത് സംഖ്യ വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഈ 1ാമത്തെ 2ാമത്തെ ത്രികോണം ഒന്ന് നോക്കാം. അവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ഉള്ള സംഖ്യ എന്ന് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ത്രികോണത്തിനുള്ളിലെ നമ്പർ 96 ആണ്. 96 എന്ന് പറയുന്നത് ഇവിടെ ഈ 3 × 4 × 8 ആണ്. 3 4 12, 12 × 8 96. അപ്പൊ ഈ കോർണറിലെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടെ ഈ ഉള്ളിലെ നമ്പറായ 96 കിട്ടിയത്. 3 × 4 12, 12 × 8 96. ഇനി 2ാമത്തെ ത്രികോണം നോക്കാം. ഇതുപോലെയാണോ വന്നിരിക്കുന്നത്? ഉള്ളില് 24 ആണ്. കോർണറിലെ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × 1 6, 6 × 4 24. അപ്പം 2ാമത്തെ ത്രികോണത്തിലും കോർണറിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഉള്ളിലെ നമ്പർ കിട്ടിയത്. അപ്പൊ ഇനി 3ാമത്തെ ത്രികോണത്തില് ഉള്ളിലെ നമ്പർ 72 ആണ്. കോർണറിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 9 72. 8 9 72 ഇവിടെ കിട്ടി. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ മാർക്കിൽ എന്തായിരിക്കും വരുന്നത്? ഈ കോർണറിലുള്ള നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഉള്ളിലെ നമ്പർ വരേണ്ടത്. അപ്പൊ ഇനി എന്തായിരിക്കും? 8 9 72. 72 × 1 ആണ് 72. അപ്പം ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് 1 ആണ് വരേണ്ടത്. 8 × 9 72. 72 × 1 72 തന്നെ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? സൊല്യൂഷൻ 76,54,325 ഡിവൈഡഡ് ബൈ 11. ഈ സംഖ്യ 11 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ 76-നകത്ത് 11 6 66. ഇത് 6 6 പോയ 0, 6 1 7, 5 ഇറക്കി എഴുതാം 105, 11 9 99, 105 മൈനസ് 99 99 6 ഈ 4 ഇറക്കി എഴുതാം 64-നകത്ത് 11 5 55 55 9 64. ഇനി 3 ഇറക്കി എഴുതാം 93, 11 8 88 88 5 93. ഇനി 2 ഇറക്കി എഴുതാം 52, 11 4 44 44 8 52. ഇനി 5 ഇറക്കി എഴുതാം 85, 11 7 77 77 8 85. അപ്പൊ ഇനി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 8 ശിഷ്ടം 8. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? സൊല്യൂഷൻ. സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ വശങ്ങളുടെ നീളം തുല്യമായ ത്രികോണങ്ങളെയാണ് സമഭുജ ത്രികോണം എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു വശത്തിന്റെ നീളം എ ആയിട്ടെടുത്താൽ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എ പ്ലസ് എ പ്ലസ് എ 3a ആയിരിക്കും സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഇവിടെ തന്നിരിക്കുന്ന ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതായത് 3a = 12.9 സെന്റിമീറ്റർ. അപ്പൊ ഒരു വശത്തിന്റെ നീളം a = 12.9 ബൈ 3. 3 4 12, 3 3 9. അപ്പൊ 4.3 സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയിൽ നിന്ന് 8-ൽ 3 കുറച്ച് വീണ്ടും 8-ൽ 1 കുറയ്ക്കുമ്പോൾ 12-ൽ 5 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? സൊല്യൂഷൻ. ആദ്യത്തെ സംഖ്യ x ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന് 8-ൽ 3 കുറച്ചു, അതായത് x മൈനസ് 8-ൽ 3 വീണ്ടും 8-ൽ 1 കുറയ്ക്കുമ്പോൾ അപ്പൊ മൈനസ് 8-ൽ 1 12-ൽ 5 കിട്ടുന്നു. അപ്പൊ ഈസ് ഈക്വൽ ടു 12-ൽ 5. ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും ആദ്യത്തെ സംഖ്യ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് ഉള്ളത് ഒരു സൈഡിലാക്കുക, ബാക്കി സംഖ്യകൾ മറ്റേ സൈഡിലോട്ടും കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ എക്സിനെ LHS എടുക്കാം. LHS എക്സ് വരും. എക്സ് ഈസ് ഈക്വൽ ടു RHS 12-ൽ 5. ഇനി ഇവിടെയുള്ള ഈ സംഖ്യകൾ RHS പോകും. അപ്പൊ അതിന്റെ സൈൻ ചേഞ്ച് ആവും. മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. അപ്പൊ ഇവിടെ മൈനസ് 8-ൽ 3 എന്നുള്ളത് RHS പോകുമ്പോൾ പ്ലസ് 8-ൽ 3, മൈനസ് 8-ൽ 1 RHS പോകുമ്പോൾ പ്ലസ് 8-ൽ 1 ഈസ് ഈക്വൽ ടു, ഇത് ഭിന്നസംഖ്യകളാണ്. അപ്പൊ ലെസ്സാഗ് കണ്ടിട്ട് വേണം സോൾവ് ചെയ്യാൻ. അപ്പൊ ഇത് ഇവിടെ 12-ന്റെ 8-ന്റെ ലെസ്സാഗ് കണ്ടുപിടിക്കണം. 12 8 2 കൊണ്ട് 2 6 12, 2 4 8, 2 കൊണ്ട് 2 3 6, 2 2 4. അപ്പൊ ഇവിടുത്തെ ലെസ്സാകും 2 × 2 4, 4 × 3 12, 12 × 2 24. 24 ലെസ്സാകും. 24 ഡിനോമിനേറ്ററിൽ എഴുതുക. ന്യൂമറേറ്ററിൽ വരുന്നത് ലെസ്സാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ ലെസ്സാഗുവിനെ ഛേദം കൊണ്ട് ഹരിക്കാം. 24/12 2, 2 × 5 10. അതുപോലെ 24/8 3, 3 × 3 9. അതുപോലെ 24/8 3, 3 × 1 3 ഈസ് ഈക്വൽ ടു 10 + 9 19, 19 + 3 22, 22/24
ഇതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടാം. 2 11 22, 2 12 24. അപ്പൊ ഇത് 11/12. 12ൽ 11. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ 1.25 മൈനസ് 0.25 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 1.25 പ്ലസ് 0.75 2 ആണ്. അപ്പൊ ഇത് ഹാഫ് എന്ന് വരും. 1/2. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്ര? സൊല്യൂഷൻ. നടുവിലത്തെ സംഖ്യ എന്ന് വെച്ചാൽ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരിയുടെ ഫോർമുല ഇതാണ്. ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. അപ്പൊ ഇവിടെ തുക 510, എണ്ണം 5. 510/5. ഒരു സംഖ്യനെ 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പ വഴി സംഖ്യയുടെ ഇരട്ടി എടുക്കുക. അതായത് സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇവിടെ 510 × 2 1020. 1020/10 102 ആണ്. 510/5. ആൻസർ 102. അത് ഈ ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഫൈനൽ ആൻസർക്ക് വരുമ്പം മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവുക. അടുത്ത ക്വസ്റ്റ്യൻ 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? സൊല്യൂഷൻ. പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണ്ണമാണ്. അപ്പൊ ചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏരിയ എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി. അപ്പൊ ഇവിടെ 2 ചതുരങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. അതുപോലെ 2 ചതുരങ്ങളുടെ വീതി ബ്രെഡ്ത്ത് 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അപ്പൊ ഈ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം, അതായത് ഈ ഏരിയ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അപ്പൊ ഇത് 12 × 6 വരും, 10 × 8 വരും. അപ്പൊ 12 × 6 72, 10 × 8 80. അപ്പൊ ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. അപ്പൊ ഇത് 8 കൊണ്ട് വെട്ടാം. ഇതിനെ 2നെ 8 9 72, 8 10 80. ആൻസർ ഓപ്ഷൻ സി ആണ്. 9:10. അടുത്ത ക്വസ്റ്റ്യൻ 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിന്റെ വർഗ്ഗമൂലം എത്ര? സൊല്യൂഷൻ. വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്നത് ഒരേപോലത്തെ 2 സംഖ്യകളിൽ നിന്ന് ഒരു സംഖ്യ വീതം എടുത്ത് ഗുണിച്ചിട്ടാണ് വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ 2 രണ്ടെണ്ണം ഉണ്ട്, 5 രണ്ടെണ്ണം ഉണ്ട്, 7 രണ്ടെണ്ണം ഉണ്ട്, 4 ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം 2 × 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ വരും. 2 × 5 × 7 × 4നെ 2 × 2 എന്ന് എഴുതാം. ഇൻറ്റു 2 × 5 × 7. അപ്പം ഇവിടെ ഒരേപോലത്തെ 2 സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം വീതം എടുക്കുക. 2ന്റെ 4 സംഖ്യകളുണ്ട്. അപ്പൊ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അതുപോലെ അടുത്ത 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പൊ ഇത് 2 × 2. അതുപോലെ 5ന്റെ 2 സംഖ്യകളിൽ നിന്ന് 1 5 എടുക്കാം. 7ന്റെ 2 സംഖ്യകളിൽ നിന്ന് 1 7 എടുക്കാം. അപ്പൊ ഇത് 2 × 2 4, 4 5 20, 20 × 7 140. ആൻസർ ഓപ്ഷൻ എ 140 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? സൊല്യൂഷൻ. യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്, കോസ്റ്റ് പ്രൈസ്.
അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇതാണ്. മാർക്കഡ് പ്രൈസ് അതാണ് പരസ്യവില. മാർക്കഡ് പ്രൈസ് MP 1500 രൂപ, ഡിസ്കൗണ്ട് 8%, പ്രോഫിറ്റ് ലാഭം 20%. കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ്റ്റ് പ്രൈസ് SP into 100 divided by 100 plus പ്രോഫിറ്റ്. പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. മാർക്കഡ് പ്രൈസും ഡിസ്കൗണ്ടും ഉണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർക്കഡ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് D ഡിവൈഡഡ് ബൈ 100. ഇതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക. അതിന്റെ വാല്യൂ ഈ കോസ്റ്റ് പ്രൈസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് CP ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് MP ഇൻറ്റു 100 മൈനസ് D ഡിവൈഡ് ബൈ 100. അത് 1500 ഇൻറ്റു 100 മൈനസ് 8 ബൈ 100. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു, ഇത് സെല്ലിംഗ് പ്രൈസ് ആയ ഞാനിത് ഒന്നിച്ചങ്ങ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് 20%. ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ വെട്ടിപ്പോകാനൊക്കെ എളുപ്പം, അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പിലും ചെയ്യാം. അപ്പൊ ഇത് 1500 ഇൻറ്റു 100 മൈനസ് 8 92 ബൈ 100 ഇൻറ്റു 100 ബൈ 100 പ്ലസ് 20 120. 100 100 വെട്ടി, 0 0 വെട്ടി, ഈ 3 കൊണ്ട് വെട്ടാം. 3 4 12, 3 5 50, 3 150. 92 ബൈ 4 23. ഇനി 50 ഇൻറ്റു 23 ചെയ്യാം. 23 ഇൻറ്റു 5 115. അപ്പൊ 50 ഇൻറ്റു 23 ആവുമ്പോൾ അത് 1150 രൂപയാണ് യഥാർത്ഥ വില, കോസ്റ്റ് പ്രൈസ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ +8 ഇൻറ്റു +12 ഡിവൈഡഡ് ബൈ +4 ഇൻറ്റു -6 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. +8നെ 8 എന്ന് എഴുതാം. 8 ഇൻറ്റു +12 12 ഡിവൈഡഡ് ബൈ +4 4 ഇൻറ്റു -6. ഇതിനെ സോൾവ് ചെയ്യുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ട ഓർഡർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 12/4 3. അപ്പൊ ഇത് 8 ഇൻറ്റു 3 ഇൻറ്റു -6 ആണ്. 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു -6, 24 ഇൻറ്റു 6 144. അപ്പൊ 24 ഇൻറ്റു -6 ആവുമ്പോൾ -144. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? സൊല്യൂഷൻ. സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ട്രെയിനിന്റെ നീളം, ട്രെയിനിന്റെ ലെങ്ത് TL 160 മീറ്റർ, പ്ലാറ്റ്ഫോം ലെങ്ത് PL 200 മീറ്റർ, ഒരാളെ മറികടക്കാൻ എടുത്ത സമയം T 8 സെക്കൻഡ്. അപ്പൊ ഇവിടെ വേഗത കണ്ടുപിടിക്കണം, സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പൊ സ്പീഡ് S ഈസ് ഈക്വൽ ടു ദൂരം
ദൂരം എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് ആണ് വരുന്നത്. അതായത് ഒരാളെ മറികടക്കാൻ എടുത്ത സമയമാണ് തന്നിട്ടുള്ളതെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ നേരത്ത് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ട്രെയിനിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഒരാളെ മറികടക്കാൻ എടുത്ത സമയമാണെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും കൂടെ കൂട്ടിയെടുക്കരുത്. അപ്പൊ ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് 160 ബൈ സമയം 8 സെക്കൻഡ്. അപ്പൊ ഇത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വേഗത. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമയം ടൈം ടി ഈസ് ഈക്വൽ ടു ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയമാണ്. പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുത്ത സമയം എന്ന് പറയുമ്പോൾ ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ നീളവും വരും, ട്രെയിനിന്റെ നീളവും വരും. അപ്പൊ ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ നീളം 200 ആണ്, ട്രെയിനിന്റെ നീളം 160 ആണ്. അപ്പൊ 200 പ്ലസ് 160 ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് 360 ബൈ 20, 18 സെക്കൻഡ് ആണ് സമയം. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.